എക്സ്ക്യൂസ് മീ, കളക്ടർ സാർ ഉണ്ടോ? ആ ഉണ്ടല്ലോ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്നെ പേടിപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ കളക്ടർ മുത്തുകൃഷ്ണൻ, ആള് വേറെയാ. ഈ പാവങ്ങളുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടാനുള്ള നിങ്ങളുടെ ശ്രമത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും, എന്നെ അതിൽ പെടുത്തരുത്. അപ്പൊ ഇറങ്ങല്ലേ? ശരി സാർ അധികകാലം ഈ കസേരയിൽ ഉണ്ടാവുന്ന കരുതണ്ട. ശരി സാർ. സാർ ആ വരൂ പ്ലീസ്. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കും. ആ എന്താ വിശേഷം? ഞങ്ങൾ ആശ്രയഭവൻ എന്ന വൃദ്ധസദനത്തിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വാർഷികത്തിന് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. എന്നാ വാർഷികം? അടുത്ത മാസം സാറിന് സൗകര്യമുള്ള ഒരു ദിവസം. അടുത്ത മാസം നോക്കട്ടെ. അടുത്ത മാസം 15-ാം തീയതി സൺഡേ ആയാലോ? അത് മതി സാർ. വളരെ സന്തോഷം. നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര അമ്മമാരുണ്ട് അവിടെ? അത് പിന്നെ 100ഓളം അമ്മമാരുണ്ട് സർ. ഞാൻ തീർച്ചയായിട്ടും എത്തിക്കോളാം. എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വരാൻ വളരെയധികം താല്പര്യമുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതും ഇതുപോലൊരു അനാഥാലയത്തിലാണ്. അതെയോ? അതെ. അപ്പോൾ സാറിന്റെ അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. അവരാരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. ഒരു പാർവതി അമ്മയാണ് എന്നെ അനാഥാലയത്തിൽ എത്തിച്ചത്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാനൊരു ഭിക്ഷാടന മാഫിയയുടെ കൈകളിലായിരുന്നു. അവിടെ നിന്നും അവരെന്നെ രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ. കൊന്നുകളഞ്ഞൻ കിടക്കണം, കിടക്കണം.
ഹലോ. ഹലോ, പാർവതി മാഡം അല്ലേ? അതെ, ആരെ? മാഡം, രാജഗിരി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളാണ്. നന്ദന മോൾക്ക് വീണ്ടും ഫിക്സ് വന്നു. വല്ലാത്തൊരവസ്ഥയില്ല. കുട്ടികളെല്ലാം പേടിച്ചിരിക്കുക. മാഡം, എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം പ്ലീസ്. എന്റെ ഈശ്വര, ഞാൻ ഉടനെ തന്നെ വരാം മാഡം. എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് മാറൂ പ്ലീസ്. ഹലോ മാഡം, കുറച്ചുമ്പോ ഒരു ബൈക്കാരനെ ഇടിച്ചിട്ട് പോയതാ. പോലീസ് വരട്ടെ, അല്ലെങ്കിൽ വെറുതെ പ്രശ്നമാവും. എന്താ പ്രശ്നം? പോലീസ് വരുന്നവരെ കാത്തിരുന്ന ഈ കുട്ടി ചത്തുപോകും. ചാവുന്നെങ്കിൽ ചാവട്ടെ മാഡം. തെരുവിൽ കിടന്ന് വളരുന്ന പിള്ളേരാ. ചത്ത ആർക്കാ നഷ്ടം? അല്ലേലും ഇവറ്റകളൊന്നും പെട്ടെന്ന് ചാവുമില്ല. മാഡം, നിങ്ങളുടെ തലക്കെന്താ വല്ല അസുഖമുണ്ടോ? നല്ല ഇടി ഇടിച്ചേക്കുന്നത്. ഇവന്റെ എവിടെയൊക്കെ പൊട്ടിന്ന് ആർക്കറിയാം? എടുക്കുമ്പോഴായിരിക്കും ഇവന്റെ പണി തീരുന്നു. വെറുതെ പോലീസുകാരുടെ ഇടി കൊള്ളാനുള്ള ആരോഗ്യം നമുക്കില്ലേ? ഒന്ന് പോട്ടെ. പ്ലീസ്, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഒന്ന് എടുക്കാൻ സഹായിച്ചാ മതി. തക്ക സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി. രക്തം ഒരുപാട് പോയിട്ടുണ്ട്, ബട്ട് ഹീസ് ഓൾ റൈറ്റ്. റോഡിൽ കിടന്ന കുട്ടിയെ രക്ഷപ്പെടുത്താൻ മാഡം കാട്ടി ധൈര്യമുണ്ടല്ലോ. ഓ, റിയലി അപ്രീഷിയേറ്റ് ചെയ്യൂ. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ അവനെ അവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഡോക്ടർ. പെട്ടെന്ന് കിട്ടിയ ഒരു ധൈര്യത്തില് ഞാനത് ചെയ്തത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നു. മാഡം, ഇതാ കുട്ടിയുടെ ബ്ലഡിന്റെയും മരുന്നിന്റെയും ബില്ല. കൊണ്ടുപോയി അടയ്ക്കണം. തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്കൂ. വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വരാൻ ഞാൻ. നിക്കേ, അതിങ്ങ് തരൂ. ഞാനും ഒരു മനുഷ്യനല്ലേ, കുറച്ച് മനസാക്ഷിയൊക്കെ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. ബില്ല് എൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറയൂ. ശരി ഡോക്ടർ. ദാ. നിർത്തിക്കോ, ഇന്നത്തോടെ നിർത്തിക്കൂടെല്ലാം. നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടരുതെന്ന്. കണ്ടെത്തികളെ രക്ഷിക്കാൻ നടക്കുന്നവള്, അതിന് നീ ആരടി? മദർ തെരേസയോ? സ്വന്തം കുഞ്ഞ് സ്കൂളിൽ ഫിക്സ് വന്ന് നടക്കുമ്പോഴാ അവളുടെ ഒരു ജനസേവനം. ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങി ഓടുമായിരുന്നു ഞാൻ, അറിയോ നിനക്ക്? അതിനിടയ്ക്ക് ഞാൻ അനുഭവിച്ച ടെൻഷൻ എവിടെ? അതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? ജോലിയും കൂലില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ കരയണ്ടമ്മ, എനിക്കൊന്നുമില്ല. അച്ഛാ, അമ്മ പാവാ. അമ്മയെ വഴക്ക് പറയണ്ട അച്ഛാ, അമ്മ പാവാ. പാവം
എന്നെ പറഞ്ഞാ മതിയല്ലോ. സഞ്ചരിക്കാൻ കാറും ആവശ്യത്തിന് പണവും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തോ ആവാലോ. എന്നിട്ടും മോളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും ജോലിക്ക് പോകാനും ഞാൻ. നിർത്തടാ. ഇത്രയധികം വർത്താനം പറയാൻ വേണ്ടി അവൾ എന്ത് തെറ്റാ ചെയ്തത്? റോഡിൽ കിടന്ന് മരിച്ചു പോകേണ്ട ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതാണോ അവള് ചെയ്ത തെറ്റ്? പറയടാ. നീ പറഞ്ഞല്ലോ ഈ വീട്ടിലെ ജോലിയൊക്കെ നീയാ ചെയ്യുന്നതെന്ന്. ആഹാരം കഴിച്ച പാത്രം കഴുകി വെച്ചിട്ടുണ്ടോടാ നീ എന്തെങ്കിലും? അവൾക്ക് ജോലിയില്ലാത്തതാ ഇപ്പൊ കുറ്റം. നീ 7-8 മണിക്കൂറല്ലേ ജോലി ചെയ്യുന്നുള്ളൂ. 24 മണിക്കൂർ നേരം ഈ കുടുംബത്തിന് വേണ്ടി പാടുപെടുന്നവളാ അവൾ. ശമ്പളത്തിന്റെ കാര്യം നോക്കിയാ നിനക്ക് കിട്ടുന്നതിന്റെ 4 ഇരട്ടി കൊടുത്താലും മതിയാവില്ല. എന്നിട്ടും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവളോട്? ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ നീ? എന്നിട്ടും പാവം ഇന്ന് വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അമ്മ എപ്പോഴും ഇവിടെ സപ്പോർട്ട് ചെയ്തേ പറയൂ. അതേടാ, മരുമകളല്ല, എന്റെ മകളാ. എനിക്കെന്റെ പാറു. അമ്മേ, ആ കുട്ടിയെ കണ്ടപ്പോ ഞാനെല്ലാം മറന്നു പോയമ്മേ. എല്ലാം എന്റെ തെറ്റാ, എന്റെ തെറ്റാ അമ്മേ. ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലേ? പിന്നെ നീയൊക്കെ എന്തിനാണ്? വേണോ എനിക്ക് അവനെ? പോലീസുകാരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ അപ്പൊ തീരുവി പാണ്ടി. മുരുക, എന്നെ പണ്ണോടാ. അണ്ണാ, ഏതോ ബൈക്കടിച്ച് റോഡിൽ കിടന്നൊരു കുട്ടി ഒരു പെണ്ണെടുത്തോണ്ട് പോയതൊരു ന്യൂസ് ഉണ്ട്. എന്താ പൊണ്ണ്? അറിയില്ല അണ്ണാ. പിന്നെ എന്തിനാടാ നീയൊക്കെ? കണ്ടുപിടിച്ചു താനാകണം. മുരുക, വണ്ടിയുടെ സീക്രം. മോനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ആശുപത്രിയാ, പേടിക്കണ്ട. മോന്റെ പേരെന്താ? മുത്തുവിന് എന്താ പറ്റിയെന്നറിയാമോ? ചെറിയൊരു അപകടം, ചെറിയൊരു മുറിവുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുത്തുവിൻ്റെ വീട് എവിടെയാ? മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അറിയില്ല. അച്ഛനും അമ്മയും? അറിയില്ല. മുത്തു എങ്ങനെ ഇവിടെ എത്തിയത്? ആരാ മുത്തുവിനോട് കൊണ്ടുവന്നത്? പാണ്ടി സാർ. ആരാ ഈ പാണ്ടി സാർ? അടിക്കുന്നു സാർ. പൈസ കുറഞ്ഞ അടിക്കും. മുത്തുവിൻ്റെ കൈയും കാലുമൊക്കെ എങ്ങനെ പൊള്ളിയത്? പാണ്ടി സാർ, പൈസ കുറഞ്ഞ തീ വെക്കും. എന്റെ ഈശ്വര, വിശക്കുന്നു. ഓ, വിശക്കുന്നുണ്ടോ? കുഞ്ഞിന് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാം. ശരി ഡോക്ടർ. മാഡം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. വിശ്വസിച്ചേ പറ്റൂ. കുട്ടികളെ പല സ്ഥലങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് കൈയും കാലുകളും പൊള്ളലേൽപ്പിച്ച് ഭിക്ഷയെടുപ്പിക്കുന്ന വൻ സംഘങ്ങൾ നമ്മുടെ നഗരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അവർ നിസ്സാരക്കാരല്ല. എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവർ. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അവരുടെ കൈകളിൽ തന്നെയുണ്ട്. അവരിപ്പം തന്നെ മുത്തുവിനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാവും. നമുക്കിതിപ്പോ തന്നെ പോലീസിൽ അറിയിച്ചാലോ? ശരിയാണ്, ഞാനത് ആലോചിക്കഞ്ഞിട്ടല്ല. ഇനി വൈകണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെതിരെ ഞാൻ കേസെടുക്കേണ്ടത്? ഒരു പാണ്ടിച്ചെല എന്നുള്ള പേര് മാത്രം വെച്ച് ഇവിടെയുള്ള കംപ്ലീറ്റ് തമിഴന്മാരെ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? പറ. സാർ ഇതിനെ ഇത്ര നിസ്സാരമായി കാണരുത്. ഇല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാം. ആ പാണ്ടിച്ചെലയൻ എവിടെയുണ്ടെന്ന് പറ, ഞാൻ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാം. എന്താ, മതിയോ? സാറ് കളിയാക്കാണോ? നാണോ ഇല്ലേ ഈ കസേരയിൽ ഇങ്ങനെ പറയാൻ? മാഡം നാട് നന്നാക്കിയേ അടങ്ങൂ അല്ലേ?
നിങ്ങൾ വണ്ടി ഇടിപ്പിച്ച ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് കേസെടുക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. ഹ. എങ്കി അങ്ങനെ തന്നെ ആവട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കേസ് എടുക്ക, അപ്പൊ കാണാം. സാർ വച്ചിട്ട് പോടോ. ഡോക്ടറെ കൂടെ നാട് തന്നെ നടക്കുന്നവള്. നിന്റെ ആരാടി തെണ്ടിച്ചക്കൻ? നാട്ടുകാർ പറയുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോവാ. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊന്നുകളയും ഞാൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ഇരിക്കൂ. അയ്യോ വേണ്ട സർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്റെ പേര് പാണ്ഡിച്ചെല്ലയ്യർ. എല്ലാവരും എന്നെ പാണ്ടീന്ന് വിളിക്കും. ഞാൻ ഒരു പാവം ആക്രിക്കച്ചവടക്കാരനാണേ. എന്റെ ഒരു പണിക്കാരൻ പയ്യനെ ഏതോ ബൈക്ക് ആക്സിഡന്റായി ഇവിടെ കൊണ്ടുവന്നു കേട്ടു. അവനെ എനിക്കൊന്ന് കാണണം. അപ്പൊ താനാണ് ഈ പാണ്ഡിച്ചെല്ലയ്യർ. ആ കുട്ടി അവർ കൊണ്ടുപോയല്ലോ. യാര് യാര് ആരാണോ അവനെ ഇവിടെ കൊണ്ടുവന്നത് അവര് തന്നെ. ഡോക്ടറാണെന്ന് ഞങ്ങ നോക്കൂല, പൊളിച്ചടിക്കളെ പന്നി. സത്യം പറ മുത്തോടെ പറയാൻ. ഡോക്ടർ, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ അടുത്ത് കള്ളം മാത്രം പറയരുത്. എനക്ക് അത് മട്ടും പിടിക്കാതെ. ഇവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോണം മിസ്റ്റർ. അപ്പോ മര്യാദക്ക് പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവില്ലല്ലേ? ഡോക്ടർ, இந்த பாண்டி உங்களுக்கு தெரியாது. നിങ്ങൾക്ക് உயிரை காப்பாத்தின வேலை தான் தெரியும். ஆனா எனக்கு உயிரை எடுக்கிற வேலை மட்டும்தான் தெரியும். நான் வீണ്ടും வரும். കാണാം. ഡോക്ടർ പറഞ്ഞിടത്തോളമാണ് കാര്യങ്ങളെങ്കിൽ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. നിയമപരമായി ആ കുട്ടിയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. മാത്രമല്ല അത് ക്രിമിനൽ കുറ്റവുമാണ്. പോലീസിനെ ഏൽപ്പിച്ചാൽ അവരാ കുട്ടിയെ വല്ല ചൈൽഡ് കെയർ സെന്ററിലും കൊണ്ടാക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അവിടെയൊക്കെ ആ കുട്ടി എത്രത്തോളം സുരക്ഷിതനായി കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ പോലീസിന് എനിക്കത്ര വിശ്വാസം പോരാ. ഡോക്ടർ, നമുക്കൊരു കാര്യം ചെയ്താലോ? ആലുവയിലെ ജനസേവാ ശിശുഭവനിൽ അവനെ കൊണ്ടാക്കാം. അവിടുത്തെ ചെയർമാൻ മിസ്റ്റർ ജോസ് മാവേലി എന്റെ അടുത്ത സുഹൃത്താ. അവിടെ അവൻ സുരക്ഷിതനായിരിക്കും. പോരാത്തതിന് നല്ല വിദ്യാഭ്യാസവും കിട്ടും. എന്താ? ആയിക്കോട്ടെ. എങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് തന്നെ അതിനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ റെഡിയാക്കാം. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളെപ്പോലെ നന്മയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടിക്കോളൂ. പാർവതി, ഞാൻ ഡോക്ടറാണ്. ഇന്നലെ മുത്തുവിനെ തിരക്കി കുറച്ച് ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് ഇനിയും ആ കുട്ടി ഇവിടെ കിടത്തുന്നത് അപകടമാണ്. ഇന്ന് തന്നെ അവനെ ഇവിടുന്ന് മാറ്റണം. ആ ഗുണ്ടകൾ ഏത് നിമിഷം തിരിച്ചു വരാം. എങ്ങനെയെങ്കിലും മുത്തുവിനെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനും ഡോക്ടറും തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്ന് നാട്ടുകാരും എന്തിന് എന്റെ ഭർത്താവ് പോലും വിശ്വസിച്ചിരിക്കെ. ഞാൻ തളർന്നു ഡോക്ടർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പോകാൻ പറ. ഭർത്താവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. സമൂഹത്തിനെ നോക്കി ജീവിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു പെണ്ണും ഒരാണും കൂടി കാറിലോ വീട്ടിലോ വെച്ച് കണ്ടുമുട്ടിയാൽ മോശമായി ചിത്രീകരിക്കുന്ന ഈ സമൂഹത്തെ എനിക്ക് പേടിയില്ല. അവരെ പേടിച്ചാൽ ഈ നാടിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ നമുക്ക് പരസ്പരം വിശ്വാസമുള്ളിടത്തോളം കാലം ധൈര്യമായി മുന്നോട്ട് പോകാം. ഒരു കുഞ്ഞിന്റെ ജീവിതങ്ങൾ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലേ? പ്ലീസ്. ഞാൻ ഉടനെ തന്നെ വരാം ഡോക്ടർ. അമ്മേ, ആരാ ഇത്? ഇതമ്മേ, ഞാൻ പറഞ്ഞ മുത്തു. മോനിങ്ങി വാ. ഇങ്ങി വന്നേ. മോൻ നല്ല മിടുക്കനാണല്ലോ. ഇവനെ ഇവിടെ കൊണ്ടുവന്ന വല്ല പ്രശ്നവും ഉണ്ടാവുമോ മോളെ? അമ്മേ, ഒരു ദിവസം മുത്തു ഇവിടെ നിൽക്കട്ടെ. നാളെ നമുക്കിവനെ ജനസേവാ ശിശുഭവനിൽ കൊണ്ടാക്കാം. അത് ശരി. മുത്തുവിനെ അവിടെ ചേർക്കാനുള്ള എല്ലാ ഏർപ്പാടും വക്കീല് ചെയ്തിട്ടുണ്ട്. ഡോക്ടറും വരാന്നാ പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മതി. മുകുന്ദേട്ടൻ ടൂറ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മുത്തുവിനെ ഞാനിവിടെ കൊണ്ടുവന്ന കാര്യം അമ്മ പറയണ്ട. അവനെ ഓർത്ത് ഈ കാര്യത്തിൽ മോൾ ഒട്ടും പേടിക്കണ്ട. മുകുന്ദനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം.
ഇവനെ നമുക്ക് പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഇവൻ എൻ്റെ മുത്തുവാ, അല്ലേ? അമ്മയുടെ ഈ ധൈര്യവും സ്നേഹവും എനിക്ക് ആശ്വാസം. അയ്യോ, എങ്ങനെയാ മോനെ ഇതൊക്കെ പൊള്ളിയത്? അത് പാണ്ടി സാർ പൊള്ളിച്ചതാ. സർക്കസ് കളിച്ചപ്പോ പൈസ കുറഞ്ഞതിന്. ഈശ്വര, എന്തൊരു ദുഷ്ടന്മാരാ! കണ്ണി ചോരയില്ലാത്ത മൃഗങ്ങൾ. മോൻ ഇനി ഒന്നും പേടിക്കണ്ട കേട്ടോ. മോൻ ഇനി അമ്മമ്മയുണ്ട്. സാർ, ലീഗലായുള്ള പ്രൊസീജിയേഴ്സ് മുഴുവൻ കഴിഞ്ഞു. ഇനി മുത്തുവിന്റെ കാര്യങ്ങൾ സാറിന്റെ കൈകളില്ല. ഇതാ, മുത്തുവിനൂടെ ഒരു കുറവും ഉണ്ടാവില്ല. അവനിവിടെ സുരക്ഷിതനായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സത്യത്തിൽ ഇവിടെ വരുന്നതുവരെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. പലരും പല അഭിപ്രായമാ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി സാർ. സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ത്യയുടെ തെരുവുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന പിഞ്ചു ബാല്യങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല? അവർക്കുമില്ലേ മൗലികാവകാശങ്ങൾ? ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവ എല്ലാവരുടെ അവകാശങ്ങളാണെന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. അവ നടപ്പിലാക്കാനും ഭരണകർത്താക്കൾ മുന്നോട്ട് വരണം. അതിലേക്കായി ജനമുന്നേറ്റം ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സാർ ഒരുപാട് ഇമോഷണലായി. സോറി, കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ അറിയാതെ ഇമോഷണലായി പോവും. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കുള്ളൂ. മുത്തുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? ഓക്കെ ഓക്കെ. പഠിക്കുന്ന കണ്ടോ? എന്താ അമ്മയുടെ മുഖം വാടിയിരിക്കുന്നത്? ഇന്നലെ രാത്രി മുഴുവനും ഒരു പോള കണ്ണടച്ചില്ല ഞാൻ. കണ്ണടച്ച മുത്തുവിന്റെ മുഖമാ മനസ്സിൽ. കുറേ ദിവസമായില്ലേ നമ്മൾ മുത്തുവിനെ കണ്ടിട്ട്. നാളെ നമുക്ക് ജനസേവ വരെ ഒന്ന് പോയാലോ? ശരിയാ, നമുക്ക് പോവാം അമ്മേ. എനിക്കും മുത്തുവിനെ കാണാൻ കൊതിയാവുന്നു. One morning, Chilpa came out from her hole and asked. ഒരു ദിവസം രാവിലെ തന്നെ ചിൽപ്പ എന്ത് ചെയ്തു? ഹോളിനുള്ളിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ ചോദിച്ചേ? ചിപ് 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 ചിപ്, haven't you woken up, bunny? ഇവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. They lived in a bushy land near Miku's house. മിക്കുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബുഷി ലാൻഡ്, ഒരു പച്ച പിടിച്ച സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ആ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓൾ സിറ്റ് ഡൗൺ.
ഈ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? മുത്തുവിന്റെ അമ്മൂമ്മയും അമ്മയുമാണ്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? മുത്ത് നല്ല മിടുക്കനായിപ്പോ. ഇവിടെ എല്ലാവരുടെയും കൂടെ ഡാൻസ് ചെയ്യാനും പഠിച്ചു. എല്ലാവരും കൂടെ ഒരു ആക്ഷൻ സോങ് കളിച്ചേ. അമ്മൂമ്മ അമ്മയൊക്കെ ഒന്ന് കാണട്ടെ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ആക്ഷൻ സോങ്. എല്ലാരും നല്ല മിടുക്കന്മാരും മിടുക്കത്തികളും ആണല്ലോ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായി. എല്ലാവരും പഠിച്ചു വലിയവരാകാൻ അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക്സ് പറ മക്കളെ. എന്റെ ഈശ്വര, പാവം കുഞ്ഞുങ്ങൾ. അതെ മാഡം, എല്ലാ കുട്ടികൾക്കും നിരവധി സങ്കട കഥകളുള്ളതാ. ഭൂരിഭാഗം കുട്ടികളും ഭിക്ഷാടന മാഫിയയുടെ വലയിലായിരുന്നു. അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തിയതാ. ശരിക്കും സർ, ഇത്രയും കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തുന്നത് തന്നെ വലിയൊരു കാര്യം. നിങ്ങളാണോ ജോസ് മാവേലി? അതെ. എന്തേ? സലമ, இந்த അമ്മാവടെ കുട്ടി മുത്തുവിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഞങ്ങൾക്ക് വേണം. നിയമപരമായിട്ടാണ് കുട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ മതി, ഇവിടെയല്ല. പോലീസാ? പോലീസ് ഒരു പ്രശ്നമല്ലേ. കുട്ടിയെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യും? ഭീഷണിയാണോ? അയ്യോ പാണ്ഡി സാർ. വാ. ഇവരെ മുത്തുന് അറിയാമോ? ഇല്ല. നിന്റെ അമ്മയാന്ന് ഇവര് പറയുന്നത്. എനിക്ക് അമ്മയില്ല സാർ. ഇവരൊന്നും എനിക്കറിയില്ല. പാണ്ഡി സാറിനെ മാത്രം അറിയാം. അയാളെ എന്റെ കൈ പൊള്ളിച്ചേ. എന്നെ ഇവരുടെ കൂടെ പറഞ്ഞയക്കില്ല സാർ. ഞാൻ പോവൂല. എന്നെ വിടല്ലേ. മുത്തുനകത്തുണ്ടോ? മോഞ്ചല്ലേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസ് പേടിപ്പിക്കുന്നോടാ. മര്യാദക്ക് മുത്തുവിനെ തിരിച്ചതാ, അല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. മുരുക, സീക്രം പാരുങ്ങളാ. എനിക്കറിയില്ല. അപ്പൊ നീയാണ് പാണ്ഡിച്ചെല്ലിയനല്ലേ? നിങ്ങൾക്ക് എന്നെ தெரியாது. ഈ സാറന്മാരെ തൂക്കി വണ്ടിയേട്. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാർ, സാർ, ഇതാണ് മുത്തുവിന്റെ അമ്മ. ആഹാ, കൊള്ളാവലോടി. നിന്റെ എത്രാമത്തെ മോനാ മുത്തു? மன்னிச்சிடுங்க ஐயா, பாண்டி சார் தான் சொன்னாங்க சார். താങ്ക് യു സാർ. എന്തിനാ ഇതിനൊക്കെ നന്ദി പറയുന്നത്? ഓക്കെ, ബൈ. ശരിയെന്നാ, വണ്ടി എടുത്തോളൂ.
ഓഫീസിലേക്ക് ഇരിക്കും. മോനെ, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു നാടകം ഉണ്ടായി. നാടകോ? മുത്തുവിന്റെ അമ്മയാണെന്നും ബന്ധുക്കളാണെന്നും പറഞ്ഞ് കുറെ പേര് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചു എല്ലാറ്റിനെയും. എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ? അവര് വീണ്ടും വന്നാലോ? ഒന്നും പറ്റില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. കണ്ടോ മുത്തു എത്ര മിടുക്കനായെന്ന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ അല്ല. ഭർത്താവിന് എങ്ങോട്ടാ പ്രമോഷൻ? ഡൽഹിക്ക്. ഇനി ഇങ്ങോട്ടില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്റെ മുത്തുവിനെ. മോളെ, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ശരി, അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സർ, എൻ്റെ വീടിൻ്റെ അടുത്ത് പാർവതി എന്ന പേരുള്ള ഒരു അമ്മ തനിച്ച് താമസിക്കുന്നുണ്ട്. ആ അമ്മ സാറിപ്പോൾ പറഞ്ഞ പോലെ ഒരു കഥ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്? ആ അമ്മയുടെ പേര് പാർവതി എന്നാണോ? വളരെ കാലമായിട്ട് അവർ ഡൽഹിയിലായിരുന്നു. ഒരു മകളുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. വയസ്സായപ്പോൾ മകൾക്കും മരുമകനും അവരെ വേണ്ടാതായി. അമ്മയെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അമ്മയെ വീട്ടിലുപേക്ഷിച്ച് അവർ തിരികെ ഡൽഹിക്ക് പോയി. ഏതായാലും കൂട്ടിന് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മൈ ഗോഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് അവരുടെ അഡ്രസ്സും തരാമോ? തീർച്ചയായും തരാം സർ. എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് ഈ പാർവതിയമ്മ താമസിക്കുന്നത്. താങ്ക് യു. നന്നായിരിക്കട്ടെ. കുട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? നന്നായി മോളെ. എവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, നമ്മുടെ മക്കളെല്ലാം എവിടെ? വിളിച്ചാട്ടെ വിളിച്ചാട്ടെ, എല്ലാവരും വന്നാട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇരിക്കുക ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുമോ? ബഹുമാനിക്കുമോ? സൂക്ഷ്മമാണോ? എന്താ മോൻ വരച്ചതൊന്ന് കാണട്ടെ. ആഹാ, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇത് കണ്ടോ നിങ്ങൾ? മോൻ നല്ല ഇന്ത്യക്കാരനായിട്ട് വളരണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്താ മോനെ ലഡു? ഇനി നമുക്ക് ഇന്നൊരു പുതിയ കഥ കേൾക്കണോ? വിലാസിനി, ഇതെല്ലാവർക്കും കൊണ്ട് കൊടുത്താട്ടെ. ആരും എണ്ണിക്കരുത്. ചേച്ചി എല്ലാവർക്കും അവിടെ കൊണ്ടുവന്ന് ലഡു തരും. ഓരോരുത്തർ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. നല്ലൊരു കഥയാണ് ഇന്ന് സ്വാമിജി പറയാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് കടൽ തീരത്ത് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരന്റെ പേര് സണ്ണി എന്നായിരുന്നു. എന്താ പേര്? ഈ സണ്ണിച്ചേട്ടൻ എന്നും കടലിൽ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. നല്ല ആരോഗ്യമായിരുന്നു. സണ്ണിച്ചേട്ടന്റെ കുടുംബത്തിൽ 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു ആൺകുഞ്ഞ് ജനിച്ചു. മോന്റെ പേരെന്താ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മാർട്ടിൻ. എന്താ പേര്? മാർട്ടിൻ എന്നും അമ്മയുടെ ഈ ഒക്കത്തുണ്ടാവും. രാവിലെ അച്ഛൻ സണ്ണി മീൻ പിടിക്കാൻ പോകുമ്പോൾ, കടലിലേക്ക് പോകുമ്പോൾ, അമ്മ മകനെ എടുത്തുകൊണ്ട് തോളത്ത് വെച്ചുകൊണ്ട് യാത്ര പറയാൻ വേണ്ടി കടൽ തീരത്ത് ചെല്ലും. അപ്പൊ ഈ സണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഈ സണ്ണിച്ചേട്ടൻ രാവിലെ കടലിൽ പോകുന്നതിന് മുൻപ് പാൻപരാഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് പുകയിലയിൽ നിന്നുണ്ടാക്കുന്നതാ. എന്തോയിൽ നിന്ന്? അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് സ്വാമിജി പറഞ്ഞു തരാൻ പോകുകയാണ് നിങ്ങൾക്ക്. പ്രായമുള്ളവരും കേൾക്കണം. ഈ സണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? കടലിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു പാക്കറ്റ് പാൻപരാഗ് എന്ന പ്ലാസ്റ്റിക് പാക്കറ്റ് കടിച്ചു പൊട്ടിച്ചിട്ട് കൈക്കകത്തേക്കിടും.
കൈക്കകത്തേക്ക് ഇട്ടിട്ട് ഈ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞെവിടി അതെടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയുമോ? കൈ കൊണ്ട് 2 അടി വെച്ചിട്ട് വായിലോട്ടങ്ങിടും. എന്നും രാവിലെ പുള്ളി ചെയ്യുന്ന ഇതാണ്. പാൻപരാഗ് വായിലിട്ട് ചവയ്ക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അമ്മ കുഞ്ഞുമായി അടുത്ത് നിൽക്കുമ്പോൾ ഈ സണ്ണിച്ചേട്ടൻ ചവച്ച പാൻപരാഗ് വായിൽ നിന്നെടുത്തിട്ട് ഈ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് പതിവായിരുന്നു. അത് ആ കുഞ്ഞ് അറിയാതെ ചവച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇത് എന്നും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു ആ കുഞ്ഞിന് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഒരിക്കൽ ഒരു ലേഡി ഡോക്ടർ കടൽത്തീരത്തുള്ള ഈ കോളനിയിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പരിശോധിക്കാൻ വേണ്ടി പോയി. ഈ ലേഡി ഡോക്ടർ നമ്മളുടെ മാർട്ടിന്റെ വായ് തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് വായ് നിറയെ പുണ്ണാണ്. അത് പഴുത്തു തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? പാൻപരാഗ് ചവച്ചത് കൊണ്ട് കവിളത്തെ ഇറച്ചിയെല്ലാം പറഞ്ഞു പോയിരുന്നു. ഈ അമ്മ ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു തിരുവനന്തപുരത്ത്. ആ കുഞ്ഞ് 6 മാസമേ ജീവിച്ചുള്ളൂ. എന്താ കുഞ്ഞ് മരിക്കാൻ കാരണമെന്ന് അറിയുമോ? പാൻപരാഗ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹമുള്ള എന്റെ മക്കള് ജീവിതത്തിൽ പുകയിലയോ പാൻപരാഗോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഴിക്കുമോ? സൂക്ഷ്മമാണോ? പാർവതിയമ്മ അകത്തുണ്ട്. അമ്മയ്ക്കെന്നെ മനസ്സിലായോ? ഞാൻ മുത്തുവാണ്, അമ്മയുടെ മുത്തുകൃഷ്ണൻ. ഒരുപാട് ഞാൻ അന്വേഷിച്ചു അമ്മയെ. ഇന്നാണ് അറിഞ്ഞത് അമ്മ ഇവിടെ ഉണ്ടെന്ന്. എന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക്? എന്റെ പൊന്നു മോനെ, നീ അമ്മയെ കാണാൻ വന്നല്ലോ. ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മോള് പോലും എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ടും നീ ആരുപേക്ഷിച്ചാലും അമ്മയ്ക്കിനി ഞാനുണ്ട്. വിഷമിക്കണ്ട, അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക്. സൂക്ഷിച്ച്. ഭാമേ, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയെ തിരികെ കിട്ടിയിരിക്കുക. ഇനി ഇതാണ് അമ്മയുടെ വീട്. ഭാമേ, ഇനി അമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇനി നമ്മൾ അമ്മയെ ആർക്കും വിട്ടുകൊടുക്കില്ല. വാ അമ്മേ.
ഹലോ, എപ്പോ? എന്റെ ദൈവമേ! ഉടനെ തന്നെ ആവശ്യമായിട്ടുള്ള പോലീസ് ഫോഴ്സും ആംബുലൻസ് അങ്ങോട്ട് എത്തണം. ഞാൻ വേഗം അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എത്ര കുട്ടികൾ മരിച്ചു? എത്ര കുട്ടികൾ മരിച്ചെന്നറിയില്ല, പക്ഷെ കുറെ പേര് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് സർ. എങ്ങനെ ഇത് സംഭവിച്ചത്? നിങ്ങൾ ഇത് അന്വേഷിച്ചു? കുടിവെള്ളത്തിൽ കൂടി എന്തോ ഒരു പോയിസൺ ആണ് സർ. പൈപ്പ് വെള്ളത്തിൽ കൂടിയോ? അതെ സർ, പൈപ്പിന്റെ ജോയിന്റ് പൊട്ടിയത് മൂലം ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ കയറിയതാവാനാണ് സാധ്യത. എന്താണ് മിസ്റ്റർ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് പറയുന്നത്? ഇതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മറുപടി? ഈ ചേരിയിലുള്ളവർ മനുഷ്യരാണെന്ന് ഓർക്കണം. വിത്തിൻ 24 hours എനിക്ക് ക്ലിയർ റിപ്പോർട്ട് കിട്ടിയിരിക്കണം. രാത്രി മുഴുവനും എല്ലാ കുട്ടികൾക്കും ഛർദി വയറിളക്കം സ്വാമിജി. ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. 2 കുട്ടികൾ പോയി സ്വാമിജി. മനസ്സെന്നറിയാ ചേരിയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ മുഖമാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ബാമേ. അതിനുള്ള വഴികളാണ് ആലോചിക്കുന്നത്. ശരിയാ, എന്തെങ്കിലും ചെയ്യണം. അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമുക്കവരെ എത്രയും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയാലോ?
ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലെ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല ഭാമേ. 100 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം. അതിന് ഒരുപാട് ഫണ്ടും വേണം. ഗവൺമെന്റിന് ഇക്കാര്യത്തിലേക്ക് ഒരു പരിധിയുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് എന്ത് കഥയാ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? പറഞ്ഞു തരാം. ഒരിടത്തൊരിടത്തു. ആ വാ മോനെ, വാ വാ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ അങ്കിളെ, ആ കോളനിയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. വല്ലാത്തൊരു രംഗമായി പോയി. ആ കോളനിയിലുള്ള എല്ലാ കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോന്റെ കഴിവ് ഉപയോഗിച്ച് സർക്കാരിൽ നിന്ന് അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു. ഒരു രക്ഷയില്ല. സർക്കാരിൽ നിന്ന് ഇതിന് ഫണ്ട് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ പൂഴ്ത്തി വെച്ചിരിക്കുന്ന മുതലാളിമാർ എത്രയോ പേരുണ്ട്. നിന്റെ അധികാരവും കഴിവും ഉപയോഗിച്ച് അവരിൽ നിന്നും ഫണ്ട് കണ്ടെത്തണം. ഓക്കെ അങ്കിളെ, അത് ഞാൻ ഏറ്റ്. അങ്കിളുടെ ഈ അഭിപ്രായം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ആ ചേരിൽ നിന്നും അവരെ ഒഴിപ്പിച്ച് അവർക്കെല്ലാം നല്ല വീടുകൾ നിർമ്മിച്ചു നൽകണം. അതിനായി അവർക്ക് ജീവിക്കാൻ സാധ്യമായ സ്ഥലം കണ്ടെത്തി വാങ്ങുന്നതിനും വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനും 10 കോടിയോളം രൂപ വേണ്ടിവരും. ഈ പദ്ധതി ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ നേതൃത്വം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർ, ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഇങ്ങനൊരു പദ്ധതിക്ക് ഇത്രയും വലിയൊരു തുക ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുമോ? അതിന് ഫണ്ട് മുടക്കുന്നത് ഗവൺമെന്റ് അല്ല സർ. അപ്പൊ പിന്നെ എവിടുന്നാണ് സർ? ജനങ്ങളാണ്. ഗവൺമെന്റിന് ഈ പരിപാടിക്ക് ഒരുപാട് പരിമിതികളും കാലതാമസവും ഉണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ കോടികൾ ആസ്തിയുള്ള എത്രയോ സമ്പന്നരുണ്ട്. ഈ പദ്ധതിക്കുള്ള ഫണ്ട് അവരിൽ നിന്ന് സ്വരൂപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കേണ്ടത് അവരുടെയും കൂടി കടമയാണ്. അതവർ നിറവേറ്റിയേ പറ്റൂ. ഈ ജനകീയ പദ്ധതിയുടെ പരിപൂർണ വിജയത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, എന്താണ് ഈ പദ്ധതിയുടെ പേര്? സേവ് സ്ട്രീറ്റ്. ഇരിക്കു സാറേ. സാറ് ഞങ്ങളെ കാണാൻ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടച്ചാൽ ഇവിടെ മരിച്ച കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് മനസ്സിൽ. എല്ലാവരും വന്നല്ലോ അല്ലേ? എല്ലാവരോടും ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത്. ദുരിതപൂർണമായ ഒരു ജീവിതം ഇനി നിങ്ങൾക്കുണ്ടാവുകയില്ല. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്കെല്ലാവർക്കും 5 സെന്റ് സ്ഥലവും പുരയിടവും നൽകുവാനുള്ള പദ്ധതിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇരിക്കുക. സർക്കാർ 1 രൂപയ്ക്ക് കൊടുക്കുന്ന റേഷനരി ഞങ്ങൾക്കും കൂടി അനുവദിച്ചു തരുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. വീടും സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. സാറേ, ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യാൻ കഴിയുമോ സാറേ? 3 മാസത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാകാൻ പോവുകയാണ്. നിങ്ങൾക്കിനി വോട്ടവകാശം മാത്രമല്ല, പഞ്ചായത്ത് മെമ്പർ മുതൽ MP സ്ഥാനാർത്ഥി വരെ ആകാനുള്ള അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വണക്കം സാറേ. വണക്കം വണക്കം. MP എങ്കര സാധനം എന്താണെന്ന് അറിയില്ല സാറേ. MP എന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ല, അതൊരു സ്ഥാനമാണ്. മെമ്പർ ഓഫ് പാർലമെന്റ്. പാർലമെന്റിലേക്ക് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ ആകുന്നത്. അപ്പോൾ അതിനുള്ള അവകാശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. സാറിനെ പോലുള്ളൊരു കലക്ടർ സാറെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും സാറിനുണ്ടാവും. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ഞങ്ങളെ പോലുള്ളവരുടെ കടമയാണ്. അതിനാരും നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം.
ഇവയെല്ലാം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. അത് രാജ്യം ഭരിക്കുന്നവരുടെ കടമയാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളത്. നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കുവാനുണ്ട്. എന്താ സാറേ? വീട് പണി പൂർത്തിയാകുവാൻ ചുരുങ്ങിയത് ഒരു 3 മാസം കൂടി എടുക്കും. അതുവരെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് വളരെ കഷ്ടമാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഞങ്ങൾ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് മാറി താമസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമസ്കാരം പാണ്ഡി. വണക്കം സർ. ഒരു മിനിറ്റ്. സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഞാൻ പറഞ്ഞ സാധനം റെഡിയല്ലേ? ഇനി 2 ആഴ്ചയുള്ള ഇലക്ഷന്. അക്കാര്യം മറക്കണ്ട. ടെൻഷൻ വേണ്ട സാറേ. പറഞ്ഞ സമയത്ത് സാധനം അവിടെ എത്തിയിരിക്കും. അതിന്റെ പാണ്ഡ്യയുടെ പൊറുപ്പ്. നാട്ടുകാരെ മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തിയിട്ടായാലും ശരി, എനിക്ക് ഈ ഇലക്ഷനിൽ ജയിച്ചേ മതിയോ പാണ്ഡി. നീങ്ക കണ്ടിപ്പാ ജയിക്കും സാർ. അതുക്ക് പറ്റിയ വീരമുള്ള സരക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്ക. അത് കൊള്ളാം. കുടിക്കുന്നതും തട്ടിപ്പോകരുന്നാ മതി. തട്ടിപ്പോകൊന്നുമില്ല സർ. സാറുമാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പാണ്ഡി എനിക്ക് നല്ല വിശ്വാസമാണ്. എല്ലാം പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണം. ഓക്കെ സർ. അപ്പൊ ഓക്കെ പാണ്ഡി. ഓക്കെ. വാടാ. ഡാഡി. വാ മോളെ, എന്താ എത്ര ലേറ്റായത്? എന്താ മോളെ അത്യാവശ്യമായിട്ട് ഡാഡിയെ കാണണമെന്ന് പറഞ്ഞത്? മുത്തു എന്താ വരാഞ്ഞേ? ആ ചേരിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് മിനിസ്റ്ററുമായുള്ള മീറ്റിംഗിന്റെ തിരക്കിലാ. അത് ശരി. ആ ചേരിയിൽ ദാരുണമായി മരിച്ചു കിടക്കുന്ന കുട്ടികളുടെ മുഖം ടിവിയിൽ കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ഡാഡിയോട് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ആ ചേരിയിലെ മനുഷ്യരുടെ ജീവിതം വലിയ കഷ്ടമാ. അവരെ രക്ഷപ്പെടുത്തണം വേണം മോളെ. അത് വളരെ നല്ല കാര്യം മോളെ. ആ ചേരിയിൽ ഇനിയും മരണങ്ങൾ സംഭവിക്കാം. അതൊഴിവാക്കാൻ കുറച്ച് രൂപ തന്ന് സഹായിക്കണം. അതിനെന്താ മോളെ? മാധവി, ആ ചെക്ക് ബുക്ക് എടുത്ത്. 100ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ നല്ലൊരു തുക വേണ്ടിവരുമെന്ന മുത്തു പറഞ്ഞത്. സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കില്ല ഇക്കാര്യത്തിൽ. അതെയോ? എന്റെ മോൾ ആദ്യമായിട്ട് ഡാഡിയോട് ആവശ്യപ്പെട്ടതല്ലേ? ഇത് 10 ലക്ഷം രൂപയുടെ ചെക്കാ. എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ? തികഞ്ഞില്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. മൂസാക്ക അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കളക്ടർ പയ്യൻ ആള് മിടുക്കനാ. ആ ചേരിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വെച്ച് കൊടുക്കാൻ പോവാണത്രേ. എന്റെ പടച്ചോനെ, ഇതൊക്കെ എവിടെ നടക്കാനാണ് കൃഷ്ണ? പത്രത്തിൽ വായിക്കാൻ കൊള്ളാം. അതെ മൂസ, മാറി മാറി വരുന്ന ഗവൺമെന്റ് വിചാരിച്ചിട്ട് നടക്കാത്തതാണ് ഒരു കളക്ടർ നടത്താൻ പോണത്. ഇതൊന്നും നടക്കൂല മൂസാക്ക. പിന്നല്ലാണ്ട്. അതും 10 കോടി ഉറുപ്പിക ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കും പോലും. ഇപ്പൊ മനുഷ്യന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 10ന്റെ പൈസ കൊടുക്കൂല. പിന്നെയാണ് 10 കോടി വേറെ പണി. അതിന് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നല്ലല്ലോ, നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ കുറെ കോടീശ്വരന്മാർ. അവരിൽ നിന്നാണ് പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ല കാര്യമാണ് കൃഷ്ണ. കോടികൾ സമ്പാദിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തിനാ? അവർക്ക് മാത്രം ജീവിച്ചാ മതിയാ? പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നാട്ടിൽ ഇവിടെ ജീവിക്കണ്ടേ? ഇങ്ങനെയുള്ള കളക്ടർമാരാണ് നമുക്ക് വേണ്ടത്. ഒന്നും മിണ്ടാതിരിക്കും കൃഷ്ണ. ഈ കളക്ടർക്ക് വേറെ പണിയില്ലേ? ഇവറ്റകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാടോടികളിൽ അങ്ങോട്ട് അടിച്ചോടിക്കണം. അല്ല പിന്നെ നാടോടികളായാലും അവരും മനുഷ്യരല്ലേ? തല ചായ്ക്കാൻ കിടപ്പാടമോ 1 ഇഞ്ച് ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ലേ ആ പാവങ്ങൾക്ക് ആ ചേരി വന്ന് കിടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള നേതാക്കന്മാര് ഏത് നല്ല കാര്യത്തിനും തടസ്സം നിൽക്കുന്ന ആൾക്കാരല്ലേ? ആരെങ്കിലും നല്ലൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടക്കലല്ല നിങ്ങളുടെ പണി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ ഈ കളക്ടർ ഈ പദ്ധതി വിജയിപ്പിച്ചിരിക്കും. അങ്ങനെ വേണം കളക്ടർമാരായ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കളക്ടറിന് 4 ആൾ അറിയട്ടെ. പിന്നെ അല്ലാണ്ട് മൂസാക്കയുടെ ഒരു ചൂട് ചിക്കൻ ബിരിയാണി ഇങ്ങോട്ട് പോരട്ടെ.
അതെ ബിരിയാണിയൊക്കെ അവിടെ നിൽക്കട്ടെ വരുമോ? നീ ആദ്യം തരാനുള്ള കായ ഇങ്ങിടുതാ, എന്നിട്ട് മതി ബിരിയാണി. 2 ദോശ. ഹലോ, അതെ കയ്യിൽ വല്ല കായുണ്ടാ? എഴുന്നേറ്റ് പോയി കൈ കെട്ടാ ചെയ്താനെ. കാലത്തെ വന്ന് ചക്കിലാട്ടണ മാതിരി ദോശ. അനക്ക് ബിരിയാണി ഇല്ല പോ. ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കിട്ടുമ്പോളാ മൂസാക്കട ഒരു ജാട. ഫ്രീ ആയിട്ട് ബിരിയാണിയാ? ഇത് എവിടുന്ന്? അപ്പൊ മൂസാക്കൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ആ കഴുതക്കാട് ചേരിയിലെ ജനങ്ങളെ താമസിച്ചിരിക്കുന്ന സ്ഥലമില്ലേ, ആ ദുരിതാശ്വാസ ക്യാമ്പ്, അവിടെ ബിരിയാണിയൊക്കെ കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. ഉള്ളതാണ്. 5 സ്റ്റാർ ഹോട്ടൽ പോലല്ലേ അവിടെ ബിരിയാണിയൊക്കെ കൊടുക്കുന്നത്. അതൊന്ന് കാണണ്ട കാഴ്ചയാണ് എന്റെ മൂസാക്ക. എങ്കി ഒന്ന് കാണണല്ലോ. അതിന്റെയൊക്കെ പൈസ മുടക്കുന്ന ആരാന്നറിയാമോ? കളക്ടർ ഭാര്യ എന്നാ കേട്ടത്. പടച്ചോനെ, ഈ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവോ? ഉണ്ടാകും. ഒരുപാട് നന്ദിയുണ്ട് സാറേ. കോടി പുണ്യം കിട്ടും സാറിന്. ഞങ്ങളെ മനുഷ്യരായിട്ടല്ല പുഴുക്കളെ പോലെയാണ് ഇവിടുത്തെ ആളുകൾ കണ്ടിരുന്നത്. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാറേ. ഇതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല, എന്റെ ഭാര്യയോടാണ്. ഇവളുടെ ശ്രമം കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. മോളെ ദൈവം രക്ഷിക്കും. സത്യത്തിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ സഹകരിക്കാറില്ല. പിന്നെ സാറ് നേരിട്ട് വന്നുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാം. ഇതെന്റെ വക ഒരു സമ്മാനം, 15 ലക്ഷത്തിന്റെ ചെക്കാണ്. സാറിന്റെ പദ്ധതി വിജയിക്കട്ടെ. താങ്ക് യു. ഈ നന്ദി എപ്പോഴും കാണണം. സാർ ഈ സഹായം ചെയ്തെന്ന് കരുതി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ കഴിയില്ലട്ടോ. ഇത് എനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കുറെ മനുഷ്യർക്ക് വേണ്ടിയാ. അവരെ സഹായിക്കേണ്ടത് സാറിനെ പോലുള്ള മുതലാളിമാരുടെ കടമ കൂടിയാണ്. ഓക്കെ, താങ്ക് യു. കൊടുക്കണ്ടായിരുന്നു, മണ്ടത്തരായി പോയല്ലോ. വേഗം പണി തീർക്കണം കേട്ടോ മക്കളെ. പാണ്ടി സാർ വലിയ ചൂടിലാണ്. പിന്നെ പണി ചെയ്യാത്തവരുടെ കൈയും കാലും പൊള്ളിച്ച് പട്ടിണിക്കിടുമെന്നാ പറഞ്ഞു കേട്ടത്. വേഗം ആകട്ടെ. വിശക്കുന്നെണ്ണ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ മക്കളെ? നിങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഈ മല്ലന്മാരുടെ ഇടയിൽ നിന്നും ഈ കൊച്ചു മനുഷ്യൻ എനിക്ക് എങ്ങനെ സാധിക്കും? വേലുണ്ണൻ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ. നീ ഒന്ന് പതുക്കെ പറ, അവന്മാർ കേട്ട എന്നെ കൂടെ തല്ലിക്കൊല്ലും. എടാ മോനെ രാജാ, നിന്റെ മുഖത്ത് എന്ത് പറ്റിയടാ? ഇന്നലെ രാത്രി കൂട്ടുകടക്കത്തോണ്ട് മുരുകൻ സാറ് പൊള്ളിച്ചതാ. എന്റെ ഈശ്വര, കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടാത്ത കാമപ്രാന്തന്മാര്. ഈശ്വര, ഇവന്മാരുടെ തന്നെ ഇടുത്തി വീഴുന്നില്ലല്ലോ. എന്താണ് തെണ്ടി നിനക്കിപ്പോ ഇവറ്റകളോടൊരു പ്രേമം? മര്യാദയ്ക്ക് പറഞ്ഞ പണി ചെയ്തോളണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടെ കൊന്നു കുഴിച്ചു മൂടും കേട്ടോ. തേണ്ടി പരിശ എന്താടാ നീ വാടാ തേണ്ടികള്. അപ്പൊ പറഞ്ഞ പോലെ എന്തുവാടാ ഇങ്ങനെ? ഒന്ന് വേഗം ആവട്ടെ. ആ ചാക്കെടുത്ത് ഇങ്ങോട്ട് വെക്കടാ. വേഗം എടുത്ത് മാറ്റാം.
ഇറങ്ങി വേണം, ഇങ്ങോട്ട് ഇറങ്ങി വേണം, ഇങ്ങോട്ട് ഇവിടെ വരാം, ഇങ്ങോട്ട് ഇറങ്ങണം, ഇവിടെ വേണം, ഇങ്ങോട്ട് വേണം, ശരിയാക്കി തരണം. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ഈശ്വര, സാരമില്ല, എല്ലാം ശരിയാവും മക്കളെ. വേലുവാങ്കളെ, ഞങ്ങളിവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവരെല്ലാവരും ഞങ്ങളെ അടിച്ചു കൊല്ലും. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരനൊരു വഴി കാണിച്ചു തരാതിരിക്കല്ല. അതുവരെ സഹിക്കും മക്കളെ. ചേട്ടൻ വിഷമിക്കണ്ട. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നമ്മുടെ പദ്ധതി വിജയിക്കും, അതെനിക്ക് ഉറപ്പാ. മോനെ, മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ദൈവം നേരിട്ട് വരില്ല. അത് മനുഷ്യരെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അത് മനുഷ്യന്റെ നിയോഗമാണ്. പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് മനുഷ്യന് ദൈവം ബുദ്ധിയും ശക്തിയും കൊടുത്തിരിക്കുന്നത്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കുണ്ടാവും. അമ്മയുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്റെ ശ്രമം വിജയിക്കും, അതെനിക്ക് ഉറപ്പാ. ആ, ഞാനും നാളെ മുതൽ ഫണ്ട് പിരിവിന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. ഇവിടുത്തെ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് എന്റെ ഫ്രണ്ടാ. അവരോടൊപ്പം ചേർന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിയ നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാ എന്റെ വിശ്വാസം. നന്നായി മോളെ, നന്നായി. ഇങ്ങനെയൊരു ഭാര്യ എന്റെ മകന് കിട്ടിയതിൽ ദൈവത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ അമ്മയുണ്ടാവും മോളോടൊപ്പം. ഈ വയസ്സുകാലത്ത് ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചത് ഈശ്വര നിശ്ചയമാണ്. എല്ലാവർക്കും സൗഖ്യം താനേ? ആ, പിന്നെ ഒരു പ്രധാന விஷயம் சொல்லானுண்டு. என்ன விஷயம் முதலாளி? ஒரு பெரிய பிசினஸ் வந்திருக்கு. அதுக்கு எனக்கு ஜாஸ்தி குப்பிகள் வேணும். ഓരോ കുപ്പിക്കും 2 രൂപ ഞാൻ കൂട്ടിത്തരും. എത്ര? 2 രൂപ. സന്തോഷമാ? എന്ത് പണിയാ സാറേ കാണിച്ചേ? 2 രൂപ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓട്ര, 2 രൂപയ്ക്ക് 100 കിട്ടും. നീ എന്നാ നനച്ച? ഇത് പാണ്ടിച്ചെല്ലയണ്ടാ. താങ്കളുടെ ചേരി നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി വന്നതാ. മാഡത്തിനെ പോലുള്ളവരുടെ പിന്തുണയാണ് ഈ പദ്ധതിയുടെ വിജയം. ഈ ചേരി നിവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തെപ്പറ്റി ഞാൻ എത്രയധികം ഫീച്ചേഴ്സാ എഴുതിയിരിക്കുന്നറിയാമോ? പക്ഷെ ഭരണകർത്താക്കളോ ഉദ്യോഗസ്ഥരോ ഇതിനെ പറ്റിയിട്ട് യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല. ഞാൻ കളക്ടറാവുന്നതിന് മുൻപേ മാഡം എഴുതുന്ന എല്ലാ ഫീച്ചറും സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്കായി താങ്കൾ ആരംഭിച്ചിട്ടുള്ള ഈ പദ്ധതി വളരെ വളരെ മാതൃകാപരമാണ്. മാഡത്തിനെ പോലുള്ളവരുടെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ജനകീയ പദ്ധതി തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പണവും പ്രശസ്തിയും നേടിയെടുക്കാൻ ഏത് നീചമാർഗവും സ്വീകരിക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് താങ്കളുടെ ഇത്തരം ജനകീയ പദ്ധതികൾ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്കളുടെ ഈ പദ്ധതിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? ഈ പദ്ധതിയുടെ എല്ലാ വിശദീകരണങ്ങളും ഈ ഫയലിലുണ്ട്. മാഡം ഇത് വെച്ചോളൂ. താങ്ക് യു. ഇതെന്റെ വക ഒരു ചെറിയ ഡൊണേഷൻ. താങ്ക് യു മാഡം. മാഡത്തിന്റെ ഈ വലിയ മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്റെയും കൂടി കടമയല്ലേ. അതെ, കുറെ നേരം എല്ലാവരും ഇവിടെ വന്ന് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരുമ്പോ ഞാൻ ചോദിക്കുക എന്താ പറയാനുള്ളതെന്ന്. വർത്താനം പറഞ്ഞിരുന്നു. വേറെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. തുടങ്ങാം. ഇന്ന് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. അതിനുവേണ്ടിയായി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കഴിഞ്ഞ ആഴ്ച കഴുതക്കാട് ചേരിയിൽ 2 കുട്ടികൾ മരണപ്പെട്ട സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ആ, അത് ഞങ്ങൾ അറിഞ്ഞു പ്രസിഡന്റ്. പാവം കുട്ടികൾ. നമ്മുടെ ജില്ലാ കളക്ടർ ഈ കഴുതക്കാട് ചേരിയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ് പ്രസിഡന്റ്. എന്തൊരു കഷ്ട അവറ്റങ്ങളുടെ ജീവിതം. ഈ പദ്ധതിക്ക് ഏകദേശം 10 കോടി രൂപ വരുമെന്നാണ് കളക്ടർ പറഞ്ഞത്. അതിൽ മഹിളാ അസോസിയേഷൻ എന്ന നിലയ്ക്ക് നമുക്കും ഒരു പങ്കുണ്ട്.
അല്ല പ്രസിഡന്റെ, അതിന് നമുക്ക് എത്ര ലക്ഷം കിട്ടും? എന്താ പറഞ്ഞേ? അല്ല, പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞില്ലേ 10 കോടി രൂപയെന്ന് നമുക്കും ഒരു പങ്കുണ്ടെന്ന്. കുന്തം പറയുന്ന ഒന്ന് കേൾക്കുന്ന ഒന്ന്. എന്റെ ജാനുവേച്ചി, 10 കോടി രൂപയിൽ നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പിരിച്ചെടുത്ത് പദ്ധതിയുടെ ഫണ്ടിലേക്ക് കൊടുക്കണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നല്ല കൂത്ത്. ഇവിടെ നമ്മുടെ സംഘടനയ്ക്ക് ചെറിയൊരു പിരിവിനിറങ്ങാൻ പറഞ്ഞ ആർക്കും വയ്യ. അപ്പോഴാ 10 കോടി രൂപ പിരിച്ച് ചേരി നന്നാക്കാൻ പോണത്, അതും ഈ നാടോടികൾക്ക് വേണ്ടി. ജാനുവേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തു പറഞ്ഞാലുണ്ട് ഒരു തടസ്സം പറച്ചില്. ഇതുപോലെ ഒരു കളക്ടറെ കിട്ടാൻ തപസ്സിരിക്കണം. എത്ര കളക്ടർമാര് വന്നുപോയി, എന്തേ ആർക്കും തോന്നാത്തത്? നമ്മുടെ കുട്ടികളും നമ്മളും സുഖമായി ജീവിക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. പാവപ്പെട്ട കുറെ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ, നമുക്കൊന്ന് സഹായിച്ചൂടെ? പ്രസിഡന്റ് പറഞ്ഞത് ശരിയാ, ഞങ്ങൾ എന്തിനും റെഡിയാ. അതെ, ഈ വക പിരിവിനൊന്നും ഞാനില്ല, എന്നെ കിട്ടൂല. പ്രസിഡന്റ് വേറെ ആളെ നോക്ക്. എന്റെ ജാനുവേച്ചി, അതിന്റെ ഗുണം നമുക്കും നമ്മുടെ മക്കൾക്കും കിട്ടും. പണം പിരിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ കൂട്ടത്തിൽ ജാനകി ചേച്ചിക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? അതുകൊണ്ട് ജാനകി ചേച്ചി തീർച്ചയായും വരണം. ശരി പ്രസിഡന്റ്, ഇവരെല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനും വരാം. അപ്പോ നാളെ 10 മണിക്ക് എല്ലാവരും വരണം. ബാക്കി കാര്യങ്ങള് നാളെ സംസാരിക്കാം. അല്ല, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കണോ അതോ പോണ വഴി? ഓ, എന്റെ ജാനുവേച്ചി എന്നെ അങ്ങ് കൊല്ലും. മുരുക, എന്തെന്താ ബാറിലേക്കാ இந்த സരക്ക് കൊടുക്കുന്നത്? നോക്കട്ടെ. നമ്മുടെ എവറസ്റ്റ് ബാറിലേക്ക് ഒരു 20 കേസ്, പിന്നെ ഗംഗയിലേക്ക് ഒരു 35 കേസ് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കാവേരി ബാറിലേക്ക് ഒരു 20 കേസും. പിന്നെ ഞാൻ ഈ വണ്ടിക്ക് പൊക്കോട്ടെ മുതലാളി. എന്ത വണ്ടി മുതലാളി? എന്നാടാ? ഇന്നലെ രാത്രി നമ്മുടെ വണ്ടിക്ക് പോലീസ് കൈ കാണിച്ചു. കുടിവെള്ളമാണെന്നാ ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ പോലീസുകാർ പറഞ്ഞു അവർക്കതൊന്ന് കാണണമെന്ന്. എന്നിട്ട് ഞാൻ മുതലാളിയുടെ പേര് പറഞ്ഞപ്പോഴാ ഞങ്ങളെ വിട്ടത്. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? നമ്മുടെ ഈ പദ്ധതിയില് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇതൊരു വലിയ വിജയമായിരിക്കുന്ന എല്ലാവരും പറയുന്നത്. വിജയിക്കും മോനെ. നിന്റെ നല്ല മനസ്സ് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അതിനുവേണ്ടിയാ ഈ അമ്മ പ്രാർത്ഥിക്കുന്നത്. സാറേ, ഞാൻ ചെറിയൊരു സജഷൻ ചോദിച്ചോട്ടെ? അടുത്ത മാസം മുതൽ എന്റെ സാലറി കൂടി ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. എന്താ സാറിന്റെ അഭിപ്രായം? അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. എന്റെ പ്രസിഡന്റ്, ആ വിശിഷ്ട വ്യക്തി ആരാണെന്നൊന്ന് പറ, എങ്കിൽ ഞാൻ പറയാൻ വരുമോ വരില്ലോന്ന്. അതെ, നമ്മുടെ MLA ആണെങ്കിൽ വെറുതെ കാത്തുനിന്ന് നേരം കളയണ്ട. 4 വർഷത്തേക്ക് അയാൾ ഇങ്ങോട്ട് കാണില്ല. എന്റെ ജാനുവേച്ചി ഒന്ന് നിർത്താമോ? ആ നാവെടുത്ത് വളയ്ക്കാതെ 1 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കാവോ? ഇതേണ്ട കിടക്കണു. ഇതാപ്പൊ നന്നായത്. അതെ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ, ഇങ്ങോട്ട് എഴുന്നള്ളണോ? അല്ല പിന്നെ ആ ചേരിക്കാരുടെ കഥകളൊക്കെ കേട്ടപ്പോ ഒന്ന് സഹായിക്കണം തോന്നി. അതാ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അവരെത്തി. വരൂ വരൂ, വളരെ സന്തോഷം. നമുക്ക് അകത്തേക്കിരിക്കാം. നമസ്കാരം പ്രിയ സഹപ്രവർത്തകരെ. ഞാൻ പറഞ്ഞ വിശിഷ്ട വ്യക്തികൾ ഇവരാണ്. ഈ മാഡം നമ്മുടെ ജില്ലാ കളക്ടർ മുത്തുകൃഷ്ണൻ സാറിന്റെ ഭാര്യ ഭാമയും മാഡം സാറിന്റെ അമ്മയുമാണ്. ഇവരും ഇന്നു മുതൽ നമ്മളോടൊപ്പം ഫണ്ട് പിരിവിന് വരുന്നുണ്ട്. അത് കൊള്ളാം. അപ്പം നമ്മുടെ ഫണ്ട് പിരിവ് കലക്കും. ഇനി നമ്മുടെ ഭാമ മാഡം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും എന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കഴുതക്കാട് ചേരിയിലുള്ള പാവം മനുഷ്യർക്കും ഒരു നല്ല ജീവിതം നൽകണം. 100ഓളം കുടുംബങ്ങൾക്കാണ് വളരെ അത്യാവശ്യമായി വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത്. ഗവൺമെന്റിൽ നിന്നും ഇതിനായി ഫണ്ടൊന്നും ലഭിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും സർക്കാരിന്റെ സഹായം നോക്കി നിന്ന ഒരു കാര്യവും നടക്കില്ല.
ഇതിനുള്ള ഫണ്ട് പിരിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളുടെ പക്കൽ നിന്നല്ല. കോടികൾ ഉണ്ടായിട്ടും പാവങ്ങൾക്കോ സമൂഹത്തിനോ ഒരു ഉപകാരവും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന കുത്തക മുതലാളിമാരിൽ നിന്നാണ് ഈ ഫണ്ട് കണ്ടെത്തേണ്ടത്. അതെ പാർവതിയമ്മേ, പാവങ്ങൾക്ക് 10 പൈസ കൊടുക്കാത്ത പിശുക്കന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പിരിച്ചെടുക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. മതി മതി മതി. അണ്ണാ, സ്പിരിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കേടാ. കാണേണ്ടവരെല്ലാം കണ്ടിട്ടുണ്ട്. അവന്റെയൊക്കെ വായിൽ നോട്ടുകൾ തിറുകിയിട്ടുമുണ്ട്. 4 മണിക്കൂറാ ആ നായിന്റെ മക്കൾ നമുക്ക് തന്ന സമയം. അതിനു മുമ്പ് എല്ലാ സരക്കും ഗോഡൌണിലെത്തിയിരിക്കണം. യാരോ നമ്മ കൂടെ നിന്ന് നമുക്കിട്ട് പണി തരുന്നുണ്ട്. ഇവിടെ നടക്കുന്നതെല്ലാം അപ്പപ്പോ അവന്മാർ അറിയുന്നുണ്ട്. അത് യാറായാലും അവനെ ഞാൻ കണ്ടുപിടിക്കും. നീ പോയി എല്ലാ ലോഡ് സീക്രട്ട് ഇറക്കാൻ നോക്ക്. ശരിയണ്ണ. എന്റെ കയ്യിൽ അവനെ കിട്ടും. അത് കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയുണ്ട് പ്രസിഡന്റിന്റെ പുതിയ വിശേഷങ്ങൾ? നിങ്ങളുടെ ഫണ്ട് കളക്ഷനൊക്കെ അവിടെ വരെയായി. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് എന്തായാലും ഞങ്ങൾക്ക് നല്ല മതിപ്പാണുള്ളത്. നിങ്ങൾക്ക് കുടിക്കാനെന്തെങ്കിലും? മുതലാളിമാരായ ഇങ്ങനെ വേണം. എന്ത് തങ്കപ്പെട്ട സ്വഭാവം അല്ലേ? വേണ്ട സാറേ, ഞങ്ങൾക്കിനി ഒരുപാട് പേരെ കാണാനുണ്ട്. എന്തായാലും മാഡം ഇവരുടെ കൂടെ ഫണ്ട് പിരിവിന് ഇറങ്ങിയത് വളരെ വലിയ കാര്യം. മാഡത്തിന്റെ നല്ല മനസ്സ് മറ്റ് സ്ത്രീകൾക്ക് ഒരു മാതൃകയാവട്ടെ. താങ്ക് യു മുതലാളി. മാഡം ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ട് മുതലാളിമാരിൽ നിന്നും നല്ല സഹായം ലഭിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെപ്പോലുള്ളവർക്ക് കുറച്ച് കാശ് തന്നതുകൊണ്ട് മാത്രം ഒന്നും ആകില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് പുണ്യപ്രവൃത്തിയാണ് സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. രാജേഷേ, താങ്കളുടെ ഈ നല്ല മനസ്സിന് ആ ചേരിയിലെ മുഴുവൻ പാവങ്ങളുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്റെ സ്നേഹിതന്മാരോട് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് കുറച്ച് തുക കൂടി ഞാൻ സംഘടിപ്പിച്ചു തരാം. നിങ്ങളുടെ ഈ പദ്ധതിയുടെ വിജയത്തിനായി എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. എല്ലാ മുതലാളിമാരും ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ നാട് പണ്ടേ സ്വർഗായിരുന്നു. മുതലാളിക്ക് കോടി പുണ്യം കിട്ടും. അതെ, നമുക്ക് ഈ ചായക്കടയിലൊന്ന് കേറാം. ഏയ്, അത് വേണ്ട വേണ്ട. അതൊരു സാധാരണക്കാരന്റെ കടയാ. ഇല്ലാത്തവരോടല്ല, ഉള്ളവരോട് നമുക്ക് വാങ്ങിക്കാം. പോ. ശരിയാ ജാനുവച്ചി. ചെറുതായാലും എന്തേലും തിന്നായിരുന്നു. എന്റെ പ്രസിഡന്റ്, ഞാൻ പറഞ്ഞതാ ഇവിടെ കേറണ്ടാന്ന്. ഏത് കമ്പനി കയറിയാലും പറയും എം ഡിയെ കാണണം, എം ഡിയെ കാണണം. അല്ല പ്രസിഡന്റ്, ഈ എം ഡി എന്ന് പറയുന്നത് എന്ത് പണ്ടാറാ? ഓ എന്റെ ജാനുവച്ചി, എം ഡി എന്ന് പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ. കമ്പനിയുടെ എല്ലാ ചുമതലയും അധികാരവും അവരുടെ പരിധിയിലായിരിക്കും. ഒരു പരിധി. എന്ത് കഷ്ടമാണ്. നമ്മുടെ വിലപ്പെട്ട സമയം എത്രമാത്രം നഷ്ടപ്പെട്ടു. പോട്ടമ്മേ, സാരമില്ല, എല്ലാം നമുക്ക് സഹിക്കാം. ആ പാവം കുട്ടികൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾ വാ. அப்படி சூழ்ச்சி பதுக்கு போனா ശരി മുതലാളി. വണക്കം. എന്താ പാണ്ടി ഈ സമയത്ത് സാധനം കൊണ്ടുവന്നത്? ഇപ്പൊ തന്നെ ഈ ബാറിന് കണ്ടമാനം പാരകളുണ്ട്. ഇതൊന്നും പേടിക്കണ്ട മാനേജറെ, എല്ലാവർക്കും പടി കൊടുത്തിട്ടാ ഇറങ്ങിയിരിക്കുന്നത്. നീങ്ക എതുക്കും കവലപ്പെട വേണ. ഈ പാണ്ടിയാ പറയുന്നത്. ഇന്നിപ്പോ എത്ര കേസ് ഇറക്കിയിട്ടുണ്ട്? മൃഗ, എന്താ സംശയം? പതിവ് പോലെ 10 കേസ് ഇറക്കിയിട്ടുണ്ട്. എന്താ ഇനി വേണോ? ഒരു കുപ്പിക്ക് 100 രൂപ ആക്കാമെങ്കിൽ 10 കേസ് ഇറക്കിക്കോ. സോറി, ഇറക്കാം. പക്ഷേ പഴയ കണക്ക് ഇപ്പോ സെറ്റിൽ ചെയ്യണം. ശരി. മൃഗ, എണ്ണുന്നില്ലേ? സാറി.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കും. രാവിലെ തന്നെ മുതലാളി ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. എത്തിയും കുട്ടികളുടെ പിരിവിനല്ലാതെ മൊല്ലാക്ക വരാറില്ലല്ലോ. ഞാനിപ്പോ വന്നതേ ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ആ കഴുതക്കാട് ചേരി താമസിക്കുന്നവർക്കെല്ലാം നമ്മുടെ ജില്ലാ കളക്ടർ വീട് വെച്ചു കൊടുക്കുന്ന കാര്യം പത്രത്തിൽ വായിച്ചില്ലേ? ഞാനും പത്രത്തിൽ വായിച്ചിരുന്നു. ഒരുപാട് കുടുംബങ്ങൾ ആ ചേരിയിൽ മൃഗങ്ങളെ പോലെ കഴിയുന്നത്. പറച്ചോനെ, എന്തൊരു ജീവിത, അവര് മനുഷ്യരല്ലേ? അത് ശരിയാ. ഈ സർക്കാരൊക്കെ എന്തിനാ? സർക്കാരിൽ നിന്നും പൈസ ഒന്നും ഇക്കാര്യത്തിൽ കിട്ടില്ല. ഇതിനു വേണ്ടി 10 കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാ കളക്ടർ അദ്ദേഹം പറയുന്നത്. എനിക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് തോന്നി. അതിനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. കച്ചവടമൊക്കെ വളരെ മോശമാ. എന്നാലും 1000 രൂപ ഇരിക്കട്ടെ. ഈ 1000 രൂപയും കൊണ്ട് എന്താക്കാനാ? നിങ്ങളൊരു 10,000 രൂപ ഇതാ, ഒന്നിനും നല്ല കാര്യത്തിനല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമല്ല. പടച്ചോ മുതലാളി അനുഗ്രഹിക്കട്ടെ. എനിക്ക് കുറെ കടകൾ കൂടി കയറാനുണ്ട്. ഉസ്മാനിക്ക ഒന്ന് വാടാ വാടാ. ഉസ്മാനിക്കാടെ ഈ നല്ല കാര്യത്തിലുള്ള ഫണ്ട് പിരിവിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സംഭാവന. അൽഹംദുലില്ലാ, നിങ്ങൾ തന്ന ഈ തുകയാണ് ഏറ്റവും വിലപ്പെട്ടത്. നിങ്ങളാണ് യഥാർത്ഥ മാതൃകാ തൊഴിലാളികൾ. പടച്ചോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ ഗുരുവായൂരപ്പ, നടന്ന് നടന്ന് മടുത്തു. എന്തൊരു വെയില, തീ പൊള്ളുന്നത് പോലെ. എന്റെ മുഖമൊക്കെ അങ്ങ് വാടിക്കരിഞ്ഞെന്ന് എന്റെ ഭർത്താവ് പറയുന്നത്. ദേഹം കറക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനെ പുതച്ചോണ്ട് നടക്കുന്നത്. എന്തൊക്കെയായാലും ജാനുവച്ചിയുടെ നിറവും സൗന്ദര്യം ഇവിടെ ആർക്കാ ഉള്ളത്? ഒന്ന് പോ മേഡം. ഈ കടയിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടും, ഉറപ്പാ. ഒന്നും മിണ്ടാതെ വാങ്ങി. ഞാൻ മിണ്ടുന്നതിനാണോ കുഴപ്പം? അല്ല പിന്നെ. അരെ ചേട്ടിയുടെ മുതലാളി കൊണ്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി, രാജസ്ഥാനാ ബെസ്റ്റ്. വന്നാ മതി, കാണാം. എടാ തോമാസേ, എടാ തോമാസേ, ഇനി ഒന്നേ വരുന്നു സാർ. അല്ല, വാസുവോടെ വന്ന് കാശൊക്കെ തന്നിട്ട് പോയതല്ലേ? പിന്നെന്താ ഇത് കൊടുക്കാതിരുന്നത്? ക്രാക്ക് വല്ലതും ഉണ്ടാ? ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കാശൊക്കെ തിരിച്ചു പോവാ നമ്മുടെ? കാശ് പോകത്തില്ല സാർ. ഉറപ്പാ? ഉറപ്പാ. എന്നാ വിജയ, പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ? ചാപ്പാടൊക്കെ കഴിക്കുന്നുണ്ടോ? വല്ല ഉണ്ടെങ്കിൽ എന്നോട് പറയണ കേട്ടോ. ശരി മുതലാളി. എല്ലാരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? നമസ്കാരം. മുതലാളി അറിഞ്ഞു കാണുമല്ലോ, കളക്ടറുടെ ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി അവിടെയുള്ളവർക്ക് മുഴുവൻ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി. അതിലേക്കുള്ള ഒരു സംഭാവനയ്ക്ക് വന്നാ ഞങ്ങൾ. അതെ, ഞങ്ങൾ അതിനാ വന്നത്. കളക്ടർ വീട് വയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ 10 പൈസ സംഭാവന എന്ന് പറഞ്ഞ് ഞാൻ തരികയില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന സ്ഥിതിക്ക് വല്ല 10ഓ 50ഓ ഞാൻ അങ്ങോട്ട് തരാം. തോമസേ, അതെ, തന്റെ കെട്ടാ കൊണ്ടുപോയി കൊടുക്ക്. എന്തര് തള്ളെ പുള്ളെ കൊള്ളാം കേട്ട. കെട്ടിയോ കൊണ്ട് കൊടുക്കാൻ എന്റെ കടയിൽ കയറി വന്ന് എനിക്കിട്ട് ഭരിക്കുന്നു. ജാനുവേ, വേണ്ട കേട്ടാ. പേടിപ്പിക്കല്ലേ സാറേ. നിങ്ങളോട് ഭിക്ഷ യാചിക്കാനല്ല ഞങ്ങൾ വന്നത്. കുറെ പാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ പോലുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കാനാ. പാവങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളെ പോലുള്ള കുത്തക മുതലാളിമാരുടെ കടമയാ. അത് മറക്കരുത്. മോളെ, നീ എന്നെ നിയമം പഠിപ്പിക്കല്ലേ. കട്ടും മോട്ടിച്ചും ഒന്നുമല്ല ഞാൻ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനെന്റെ കയ്യിൽ കള്ളപ്പണവുമില്ല. വാരിക്കോരി ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തിട്ട് തന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ കയറി വന്ന് പ്രസംഗിക്കാതെ പോച്ചേ. സൂക്ഷിച്ച് സംസാരിക്കണം. മാഡം കളക്ടറുടെ ഭാര്യ. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ആരാണാവോ? എടാ മക്കളെ, കേട്ടേ? നമ്മുടെ കളക്ടറുടെ ഭാര്യയാണ് വന്നിരിക്കുന്നത്. ആന അമ്പാരിയൊക്കെ എടുത്താലേ മേഡത്തിന് നമുക്ക് ആനപ്പുറത്ത് കയറ്റി ഒന്ന് ഉത്സാഹിച്ചു കൊണ്ട് നടക്കാം. നിർത്തണം. താൻ ടാക്സ് കൊടുത്ത പണമാണെങ്കിലും കള്ളപ്പണമാണെങ്കിലും കോടികളുണ്ടല്ലോ തന്റെ കയ്യില്. നിങ്ങളെപ്പോലുള്ള സമ്പന്നരുടെ കയ്യിലെ പണം നിങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണുള്ളെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൂടി അവകാശപ്പെട്ടാണെന്ന് ഓർത്താ കൊള്ളാം. ഓർത്തോളാം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഓർത്തോളാം.
ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. മുതലാളി നിന്നെ, ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. അതെ അതെ, എന്നിട്ട് പോയാൽ മതി. ഇവരെ പിടിച്ചു മാറ്റാൻ ആരും ഇല്ലടാ ഇവിടെ. എന്തിന് ഞാൻ തന്നെ മതിയല്ലോ. ഒന്ന് പോകണം. ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇയാളൊരു പാഠം പഠിപ്പിക്കണം. താനാരടോ പെണ്ണുങ്ങളെ തല്ല. ആഹാ, എന്താ എന്താ പ്രശ്നം? കളക്ടറുടെ ഭാര്യയല്ലേ ഇത്? നിർത്ത് നിർത്ത്, ഞാൻ പറയട്ടെ. ഒന്ന് അടങ്ങ്. ഒരു വഴിയെന്ന് എന്റെ ജാനു ഒന്ന് അടങ്ങ്. ഞാൻ മുതലാളിയെ കണ്ടിട്ട് വരട്ടെ. താൻ എന്ത് മണ്ടത്തിനോട് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത്. അവരെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരാ. പെണ്ണുങ്ങളെ തൊട്ടാലേ സ്ത്രീ പീഡനമാണ് കേസ്. സ്ത്രീ പീഡനം. അത് മാത്രമല്ല, ആ കളക്ടറുടെ ഭാര്യയുണ്ട് അവരുടെ കൂടെ. താൻ അവരെ അപമാനിച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താനും നാറും, ഇവിടുത്തെ മാർബിൾ മൊത്തം നാറും. ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ ചേരിയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വെച്ചു കൊടുക്കാനുള്ള 10 കോടി രൂപയുടെ ഒരു ബൃഹത് പദ്ധതി അത്. താൻ ഏതായാലും ഒരു നല്ല കാര്യം ചെയ്തെന്ന് വരട്ടെ. ഒരു ലോഡ് മാർബിളിന്റെ കാശ് കണ്ടില്ല എന്ന് വെച്ചാൽ മതി. ഒരു 5 ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തേര്. 5 ലക്ഷം അല്ല, 5 രൂപ. പറഞ്ഞത് മനസ്സിലായില്ലോട് എനിക്ക്. ഞാൻ മുതലാളിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മുതലാളിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങളുടെ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു. MLA സാർ വന്നതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ 10 ലക്ഷം കിട്ടാതെ ഞങ്ങൾ പോവില്ലേ? അതെ, ഫണ്ട് തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും മുതലാളി. അപ്പൊ ഈ MLA-യുടെ മധ്യസ്ഥതയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് കൊള്ളാലോ. പാലം കടക്കുവോളം MLA. പാലം കടന്നു കഴിഞ്ഞപ്പോ MLA-നോട് പോവില്ലേ. ഒരു MLA എന്തൊക്കെ സഹിക്കണം. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വീടിന്റെ പണി നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. കോൺട്രാക്ടർ ആത്മാർത്ഥമായിട്ട് പണിയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിലൊരു സന്തോഷം അല്ലേ ചേട്ടാ? ഈ ജനകീയ പ്രോജക്റ്റ് മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കണം. ശരി സാർ. അടുത്ത മാസം ഒന്ന് പൂർത്തിയാക്കി തരണേ. മാക്സിമം നോക്കാം സാർ. സാർ സാർ എന്തേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. കമ്പി സിമെന്റ് ഒക്കെ തീർന്നു. കുറച്ചുകൂടി ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ. ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. 1 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തരണം. ശരി സാർ. എന്തൊക്കെയുണ്ട് മൊല്ലാക്ക വിശേഷം? മുഖത്തെന്താ ഒരു സങ്കടം പോലെ? ഞാൻ നമ്മുടെ കളക്ടറുടെ ചേരി പദ്ധതിയിലേക്ക് ഫണ്ട് പിരിവിനായി ഇറങ്ങിയതാണ്. വലിയ മുതലാളിമാരെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. ഇക്ക ചെയ്യുന്നതൊരു വലിയ പുണ്യപ്രവൃത്തിയല്ലേ? ഇതിരിക്കട്ടെ, എന്റെ വക ചെറിയൊരു സംഭാവന. നമസ്കാരം. എൻ്റെ പേര് ഉസ്മാൻ. കൈതക്കാട് ജമാഅത്തിൽ നിന്നാണ്. സാറിൻ്റെ ചേരിയിലെ പാവപ്പെട്ടവർക്കുള്ള പദ്ധതി എനിക്ക് ഒരുപാടങ്ങ് പിടിച്ചു. സന്തോഷം. അത് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോഴാണ് സാറിനൊന്ന് സഹായിക്കണമെന്ന് തോന്നിയത്. അതിന് രസീത് കുറ്റിയായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. കുറേ അധികം സ്ഥാപനങ്ങളിലും കടകളിലും കയറി ഇറങ്ങി.
ഭൂരിഭാഗം പേര് സഹകരിച്ചു, ചിലരൊക്കെ ആറ്റി ഓടിച്ചു. ഈ കേസ് സമ്മതിക്കണം. ഇത് എന്നെ പോലുള്ളവരുടെ കടമയാണ്. സാറിന്റെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളെ പോലുള്ളവരാണ് ഇപ്പോൾ ഈ നാടിന് വേണ്ടത്. ആ, ഇത് സാറിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വരൂപിച്ച 5 ലക്ഷം രൂപയുടെ ചെക്കാണ്. സാർ ഇത് വാങ്ങണം. 5 ലക്ഷം രൂപയോ? ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ഇക്കേ പോലുള്ളവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. സാറിനെ പോലെ നല്ല മനസ്സുള്ള കളക്ടറെ ഞാനിത് മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സാറാണ് യഥാർത്ഥ കളക്ടർ. അടുത്ത മാസം അവസാനത്തോടുകൂടി നമ്മുടെ വീടിന്റെ പണികൾ ഏകദേശം തീരും. ഒക്ടോബർ 10-ാം തീയതിയാണ് താക്കോൽദാന ചടങ്ങ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ ഇക്ക തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇൻഷാ അല്ലാ. പടച്ചോന്റെ അനുഗ്രഹം എപ്പോഴും സാറിനുണ്ടാവും. എങ്ങനെയുണ്ട് സർ? കൊള്ളാം. താങ്ക് യു സർ. താങ്ക് യു. 1 മിനിറ്റ് സർ. മോൻ വന്നല്ലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അവിടെ ഇരിക്കണ്ട സാറേ. മോനെ. അതെ ഞാൻ. ആ ഓക്കെ. ചേട്ടാ, എല്ലാ വീടുകളുടെയും പണി തീർന്നോ? നിന്റെ അമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് എല്ലാ പണികളും ഭംഗിയായിട്ട് തീർന്നു. ഈശ്വര അനുഗ്രഹം കൊണ്ട് മോന്റെ ലക്ഷ്യം എല്ലാം നിറവേറും. നാളെ എത്ര മണിക്കാ പത്രസമ്മേളനം വെച്ചിരിക്കുന്നത്? നാളെ 10 മണിക്ക്. അങ്ങനെ ജനങ്ങളുടെ സഹകരണത്തോടെ ഒരു വലിയ സംരംഭം വിജയപ്രദമാക്കി തീർക്കുവാൻ സാധിച്ചതിൽ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഗവൺമെന്റിന് പോലും ചെയ്യാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന ഒരു പദ്ധതിയാണ് ജില്ലാ കളക്ടറായ സാർ വിജയത്തിലെത്തിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് എന്റെ മാത്രം വിജയമല്ല, ജനങ്ങളുടെ, ഈ സമൂഹത്തിന്റെ വിജയം കൂടിയാണത്. ഈ നാട്ടിലെ കോടീശ്വരന്മാരായ മുതലാളിമാരുടെ അകമഴിഞ്ഞ സഹായത്തോടെയാണ് എനിക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. സർ, ഇതുപോലെ എല്ലാ കളക്ടർമാരും വിചാരിച്ചിരുന്നെങ്കിൽ എപ്പോഴാണ് നമ്മുടെ നാട് നന്നായനെ അല്ലേ സർ? തീർച്ചയായിട്ടും. അതിന് ഇത് നല്ലൊരു തുടക്കമായിരിക്കട്ടെ. എപ്പോഴാണ് സാർ വീടുകളുടെ താക്കോൽദാനം? നാളെ വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുന്നത്. പിന്നെ ഈ പദ്ധതിയുമായി സഹകരിച്ച എല്ലാ നല്ലവരായ മാധ്യമപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. അപ്പോ ശരി, താങ്ക് യു. അങ്ങനെ ബഹുമാനപ്പെട്ട കളക്ടർ മുത്തുകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ വിജയിപ്പിച്ച ഈ മഹത്തായ ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ഘാടനവും താക്കോൽദാനവും നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ ആന്റോ ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ജോസ് സാർ നടത്തുന്ന ജനസേവാ ശിശുഭവനിൽ പാർവതിയമ്മ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചൊരു കുഞ്ഞ്, ആ അനാഥനായ കുഞ്ഞാണ് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ഈ കളക്ടർ. ആ അമ്മ അന്ന് ചെയ്ത നന്മയാണ് ഇന്നൊരു സമൂഹത്തിന് തന്നെ ഉപകാരപ്രദമായി മാറിയിരിക്കുന്നത്. അതാണ് ദൈവനിശ്ചയം. ഇവിടെ നടക്കുന്നത് ഒരു ചരിത്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി മഹത്തായി സംരംഭത്തിന്റെ വിജയത്തിനായി നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാമായ ജില്ലാ കളക്ടർ മുത്തുകൃഷ്ണൻ സാർ നിങ്ങളോട് സംസാരിക്കും. ഇത് നമ്മുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. ഞാനിതിന് ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് കുരുന്നു ജീവനുകളാണ് ഇന്നും ഇന്ത്യൻ തെരുവുകളിൽ ബാലവേലയ്ക്കും ഭിക്ഷാടനത്തിനുമായി ക്രൂരപീഡനങ്ങൾ സഹിച്ചു കഴിയുന്നത്. നമ്മുടെ മക്കളെ പോലെ കളിച്ചും പഠിച്ചും വളരേണ്ട പ്രായത്തിൽ ഭിക്ഷാടന മാഫിയകളുടെ കൈകളിൽ അകപ്പെട്ട് കഴിയുന്ന മുഴുവൻ പേരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും.
അതിനൊരു ഉദാഹരണമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ജോസങ്ങളും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജനസേവ ശിശുഭവനും. ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഈ നാട്ടിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഭിക്ഷാടനവും ബാലവേലയും പോലുള്ള ജനവിപത്തുകൾ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കൂ. അതിനായി സമൂഹ മനസാക്ഷി ഉണരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി അതിനൊരു തുടക്കമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പദ്ധതിയുടെ താക്കോൽ ദാനത്തിനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വെറുമൊരു ചേരി നിർമ്മാർജ്ജന പ്രവർത്തനമല്ല, ഒരു ചരിത്രം തന്നെയാണ്. കാരണം ഒരു ഗവൺമെൻറ്റിന് പോലും ചെയ്തു തീർക്കാൻ കഴിയാത്ത വർഷങ്ങൾ വേണ്ടിവരുന്ന പദ്ധതിയാണ് ജനങ്ങളുടെ സഹായത്തോടെ മാത്രം വളരെ വേഗത്തിൽ ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച കളക്ടർക്കും സംഘത്തിനും ഗവൺമെൻറ്റിൻ്റെ വകയായി ഒരു അവാർഡ് നൽകുമെന്ന് ഈ വേദിയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതുപോലുള്ള ജനകീയ സംരംഭങ്ങൾക്ക് ഞാനും എൻ്റെ ഗവൺമെൻറ്റും എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന താക്കോൽ ദാന ചടങ്ങാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരണം മുതലാളി. മുതലാളിക്ക് പറയാനുള്ളത് എന്താണെന്ന് ജനങ്ങൾക്ക് കേൾക്കണം. നമസ്കാരം കളക്ടർ. നമസ്കാരം മുഖ്യമന്ത്രി. അദ്ദേഹം നമ്മുടെ മാർബിൾ മുതലാളിയാണ്. സംസാരിച്ചോ? എല്ലാവരും എന്നോട് ക്ഷമിക്കണം. മാസങ്ങൾക്ക് മുമ്പ് ഈ കളക്ടറുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് സംഭാവനയ്ക്ക് വേണ്ടി എൻ്റെ മാർബിൾ കടയിൽ വന്നിരുന്നു. അന്ന് ഞാൻ അവരെ പിണക്കി അയച്ചു. ക്ഷമിക്കണം സാർ. ഞാൻ ഇതുവരെ വിചാരിച്ചത് എൻ്റെ പണം എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം മതി എന്നാണ്. എന്നാൽ ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ഇതുപോലുള്ള നല്ല സംരംഭങ്ങൾക്ക് കൊടുക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൻ്റെ സമ്മതപത്രം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനിപ്പോൾ തന്നെ കളക്ടറെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താക്കോൽ ദാന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ പേര് വിളിക്കുന്നവർ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ശ്രീമതി വിലാസിനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. அண்ணா ഈ പത്രം ഒന്ന് വായിച്ചു നോക്കിയേ. തുമ്മാരിടാ വേഷം മിക്സ് பண்ணிட்டு இருக்கு. അത് നിർത്തിയിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയണ്ണ. വേഷം കൊഞ്ചം ജാസ്തി ആയിച്ചിനാ ആള് തട്ടിപ്പോവും. തെറിയാതടാ അവനക്ക്. അത് കൂട്ടുന്ന നിന്ന് പോവും. ഇതൊന്ന് വായിച്ചേ. പോടാ, നിനക്കറിയില്ലേ എനിക്ക് എഴുത്തും വായനയും തെറിയാതെന്ന്. പത്രം നോക്കാൻ, അതും മലയാള പത്രം. സാധനം മിക്സ് പണ്ണുമ്പോൾ ശല്യപ്പെടുത്താതെ പോടാ. അതല്ല അണ്ണ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നോക്കാൻ ദേ. എന്നടാ? പണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പീർ ചെറുക്കനില്ലേ, മുത്തു. മുത്തു? ഏത് മുത്തു? പണ്ട് നമ്മളെ 3 മാസം ജയിലിലാക്കിയ ആ പയ്യനില്ലേ, ഓർമ്മയില്ലേ? അന്ന് റോഡിൽ വണ്ടി ഇടിച്ചു കടന്ന അവനെ ഒരു പെണ്ണ് രക്ഷിച്ച് ജനസേവയിൽ എത്തിച്ചത്. ഇതാ നോക്ക്, അവനിപ്പോ ജില്ലാ കളക്ടറാ. കൂട്ടത്തിൽ ആ ജോസ് മാവേലി ഉണ്ട്. കളക്ടറാ? അവ എപ്പടി കളക്ടറായി? അവൻ നമ്മെ തെറിയുമാ? വർഷം കുറെ ആയില്ലേ, ഓർമ്മ കാണില്ല. അതല്ല മുറുക, അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. അവന്റെ മേലെ ഒരു കണ്ണ് കണ്ടിപ്പാ വേണോ? മക്കളെ, നമ്മള് രക്ഷപ്പെട്ടു മക്കളെ.
നമ്മളെ രക്ഷപ്പെടുത്താൻ ഈശ്വരൻ ഒരാളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാരാണ്? ദാ നോക്ക്. എറണാകുളം ജില്ലാ കളക്ടറായ മുത്തകൃഷ്ണൻ കഴുതക്കാട് ചേരിയിൽ കുടികെട്ടി താമസിക്കുന്ന 100-ൽ പരം കുടുംബങ്ങൾക്ക് 5 സെന്റ് സ്ഥലവും വീട് നിർമ്മിച്ച് നൽകിക്കൊണ്ട് രാജ്യത്തിന് മാതൃകയായി. വായിക്കല്ലേ പിന്നെ നടക്ക്. സർക്കാർ ഫണ്ടൊന്നും ഇല്ലാതെയാണ് ഈ വലിയ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത്. കേട്ട മക്കളെ, ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജനസേവാ ശിശുഭവന്റെ തണലിലായിരുന്നു മുത്തുകൃഷ്ണന്റെ ബാല്യകാലം. അപ്പോഴേ നാളെ രാവിലെ ആരും അറിയാതെ എറണാകുളത്ത് പോയി ഞാൻ ഈ കളക്ടറെ കാണാൻ തീരുമാനിച്ചിരിക്കുക. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യണം. ഞാനൊരു കുപ്പി ബ്രാൻഡി വിഷം കലർത്തി തരാം. അതെങ്ങനെയെങ്കിലും നീ അവന്മാരെ കൊണ്ട് കുടിപ്പിക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റെണ്ണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറെ നേരം അല്ല ഒഴിച്ചു വെച്ചിട്ട് എടാ വെച്ചോണ്ടിരിക്കാതെ അങ്ങ് കഴിക്കരുത്. അയ്യോടെ ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, നമ്മള് കണ്ടില്ലല്ലോ. ക്ലാസ് എടുക്ക്. ബഹളം ഉണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കരുതെന്ന്. എനിക്ക് ഒന്നുകൂടെ ഒഴിയണം. തരത്തില്ലയോ ഞാൻ? പാട്ട് നടക്കട്ടെ. നീയൊരു പാട്ട് പാടാ. നിനക്ക് പാട്ട് അറിയോ? തുറക്കുന്നില്ല. எல்லாரும் சரக்கு போட்டு தூங்கி இருக்கடா. அத பாரு. അണ്ണാ ഈ കുപ്പി ഇതെങ്ങനെ ഇവിടെ വന്നു? எழுந்துடா. கூப்பிடு முருகா. என்னடா இது? இவங்க எல்லாம் சத்துட்டாங்களா? ഇവനൊന്നും ഒരു അനക്കമില്ലേ? என்னடா இது? முருகா பசங்க குடுடா. അണ്ണാ ദേ അവിടെ. கீழ வாடா. நான் சொல்றேன் கீழ வாடா. குடிடா. முருகா சீக்கிரம் கரகர கொடு. கீழ வாடா. ഹലോ സർ,
കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ചതുപോലെ ഒരിക്കൽ എന്നെ തകർക്കാൻ ശ്രമിച്ചവനാ നീ. ഒരു കുഞ്ഞിന്റെയും ഭാവി നീ കാരണമില്ലാതാകരുത്. അതിന് ഞാൻ സമ്മതിക്കില്ലടാ. സാർ വേണ്ട സാർ, വേണ്ട സാർ. സാറിനെ പോലുള്ള കളക്ടർമാരെ ഈ നാടിന് ആവശ്യമുണ്ട്. ഇവനെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അറസ്റ്റ് ചെയ്യും. നടക്കടാ അങ്ങോട്ട്, കൊണ്ടുപോവനെ. ഇങ്ങോട്ട് എഴുതിക്കടാ. അവനെ പൊക്കും. കൊണ്ടുപോവനെ. നടക്കടാ, നടക്കടാ അങ്ങോട്ട്. നടക്ക. എല്ലാ സ്ഥലം പരിശോധിക്കണം. മക്കളെ, നമ്മളെ രക്ഷിച്ച നമ്മുടെ കളക്ടറായത്, നമ്മുടെ കളക്ടർ. ഓടിവാ മക്കളെ, ഓടിവാ. നമ്മൾ ആരും തെരുവിന്റെ മക്കളായിട്ട് ജനിക്കുന്നില്ല. സ്വാർത്ഥരായ ഒരു കൂട്ടം മനുഷ്യരാണ് നമ്മളെ തെരുവിലേക്ക് എറിയുന്നത്. ഈ കൊടും ക്രൂരത അവസാനിപ്പിക്കണം. തെരുവിന്റെ മക്കളായ നമ്മൾ ഇനി മുതൽ തെരുവിന്റെ നക്ഷത്രങ്ങളാണ്. അതെ, തെരുവ് നക്ഷത്രങ്ങൾ.